നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റ് വരെ വിജയിക്കാമെന്ന് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. മലപ്പുറത്തെ 12 സീറ്റുകൾ ഉൾപ്പെടെ 20 സീറ്റുകളിൽ വിജയം ഉറപ്പ്. കടുത്ത മത്സരം നടന്ന പേരാമ്പ്ര ഉൾപ്പെടെ 5 സീറ്റുകളിൽ കൂടി ലീഗ് വിജയസാധ്യത കാണുന്നു. ലീഗിന് ഏറ്റവും കൂടുതൽ MLA-മാരെ ലഭിച്ചത് 2011-ലാണ്, 20 MLA-മാർ. ഈ റെക്കോർഡ് തിരുത്തുന്നതായിരിക്കും ഇത്തവണത്തെ നിയമസഭാ ഫലമെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. മലപ്പുറത്തെ 12 സീറ്റും വിജയിക്കും. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട താനൂർ MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിലൂടെ തിരിച്ചുപിടിക്കും. കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുക. കൊടുവള്ളി നിലനിർത്തുന്നതിനൊപ്പം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോഴിക്കോട് സൗത്തും കുറ്റ്യാടിയും തിരിച്ചുപിടിക്കും. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി വിജയിക്കാതെ തിരുവമ്പാടിയും കുന്നമംഗലവും വിജയിക്കും. LDF കൺവീനർ TP രാമകൃഷ്ണനെതിരെ ഫാത്തിമ തഹ്ലിയ മത്സരിച്ച പേരാമ്പ്രയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തും കാസർഗോട്ടും ലീഗ് വിജയം ഉറപ്പിക്കുന്നു. N ശംസുദ്ദീൻ മത്സരിച്ച മണ്ണാർക്കാടും വിജയത്തിൽ പാർട്ടിക്ക് സംശയമില്ല. കടുത്ത മത്സരം നടക്കുന്ന കളമശ്ശേരിയിലും വിജയസാധ്യത വർദ്ധിച്ചെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. കണ്ണൂരിൽ അഴീക്കോട് തിരിച്ചുപിടിക്കും. കൂത്തുപറമ്പിൽ വിജയസാധ്യത വർദ്ധിച്ചു. UDF തരംഗമുണ്ടായാൽ ഗുരുവായൂരിലും വിജയം അസാധ്യമല്ലെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. പുനലൂരും ചേലക്കരയും ഒഴികെ 25 സീറ്റുകളിലും വിജയസാധ്യതയുണ്ടെന്നാണ് ലീഗിന്റെ പ്രാഥമിക വിലയിരുത്തൽ. പൊതുവായ UDF അനുകൂല സാഹചര്യം, പാർട്ടിയുടെ ചിട്ടയായ പ്രവർത്തനം, യുവനിര അടക്കം മികച്ച സ്ഥാനാർത്ഥികൾ ലീഗിന് പ്രതീക്ഷ നൽകുന്നത് ഈ ഘടകങ്ങളാണ്. മനേഷ് പെരുവണ്ണയ്ക്കൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1, കോഴിക്കോട്.